എം.ആർ. അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. അന്വേഷണത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ലായിരുന്നു. വിജിലൻസ് റിപ്പോർട്ട് വിവരങ്ങളുമായി വിനയ രാജി ചെയ്യുന്നുണ്ട്. വിനയ, എം.ആർ. അജിത് കുമാറിനാണ് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ും ലഭിച്ചിരിക്കുകയാണ്. പി.വി. അൻവർ നിരവധി ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കവടിയാറിലെ ഫ്ളാറ്റ് വാങ്ങൽ, വീട് നിർമ്മാണം, അനധികൃതമായി സ്വത്ത് സമ്പാദനം, ഈ മരമുറിയിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിലുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പ്രധാനമായും പി.വി. അൻവർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു വിജിലൻസ് സർക്കാരിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കളമ്പില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ടായിരുന്നു സർക്കാരിന് മുന്നിൽ വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൽ പങ്കില്ല എന്നടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തി ഫയൽ ഒപ്പിടുകയായിരുന്നു, ഫയൽ സ്വീകരിക്കുകയായിരുന്നു. വിജിലൻസ് റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ എം.ആർ. അജിത് കുമാറിന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും തന്നെ കളമ്പില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും അംഗീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇതിലൂടെ ഇപ്പോൾ അജിത് കുമാറിന് മുന്നിലുള്ള വെല്ലുവിളികൾ അടക്കം മാറിയിരിക്കുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ളത് പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. അതിലിപ്പോൾ ആരോപണങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാറിനെതിരെയുള്ള പങ്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ആ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ കൂടി നേരത്തെ ഈ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ കേസെടുക്കണമെന്ന DGP ഒരു ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ശുപാർശ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിൽ ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല. കൂടാതെ തന്നെ പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിലും കേസെടുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസിലും ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ അജിത് കുമാറിന് സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആതിര.